പാട്ടും മ്യൂസിക്കുമൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ വയലിൻ അതുപോലെ തന്നെ കീബോർഡ് ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല. എന്നാൽ മൊബൈലിൽ തന്നെ നമുക്കിതൊക്കെ പ്ലേ ചെയ്യാൻ നമുക്ക് കഴിയും. നമുക്ക് ഇതൊന്നും വായിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ വായിച്ച് പഠിക്കാനും സാധിക്കും. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ 1-2 പാട്ടിൻ്റെ നോട്ട്സൊക്കെ ട്യൂൺസൊക്കെ ഞാൻ ഇതിൽ തന്നെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക? അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഇത് തന്നെയാണ്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതിന് സംബന്ധമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിൻ്റെ അപ്പുറം വേറൊരു ആപ്ലിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയും. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ORG 2023 അതായത് 2023 ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ പിയാനോ മോഡിലാണുള്ളത്, ഇതിപ്പോൾ സാക്സ് മോഡിലാണുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പിയാനോ മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഇപ്പോൾ വയലിൻ മോഡിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ഓരോ മോഡിൽ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പിയാനോ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ടെമ്പോ കുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഡ്രംസാണ് താല്പര്യമുണ്ടെങ്കിൽ ഈ വലതുവശത്ത് താഴെ നിങ്ങൾക്ക് ഡ്രംസ് ഈ സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഞാൻ വീണ്ടും ആ ഒരു പിയാനോയുടെ ഓപ്ഷനിൽ തന്നെ വരികയാണ്. ഇനി നിങ്ങൾക്ക് ഈ കീബോർഡ് മൊത്തത്തിൽ അതിൻ്റെ ഇതിൽ മൊത്തം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ടാബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഡബിൾ മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മോഡ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡബിൾ മോഡിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെയും പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സിംഗിൾ മോഡിൽ തന്നെ വരികയാണ്. ഇതിൽ നിന്നും നമുക്ക് പരിചയമുള്ള പാട്ടുകൾ നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ 1-2 പാട്ടുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടു നോക്കുക. ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുകയാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ 1-2 പാട്ടിൻ്റെ ആ ഒരു വരികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിയായെന്നറിയില്ല, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതൊക്കെ ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. പിന്നെ വേറൊരു പാട്ടിൻ്റെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. പിയാനോയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്കിപ്പോൾ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മ്യൂസിക്, നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെ മ്യൂസിക് അടിച്ചു, അത് നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റെക്കോർഡ് പ്ലേ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ റെക്കോർഡിൻ്റെ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡയറക്റ്റ് റെക്കോർഡ് ഇൻ ഓഡിയോ ഫയൽ ഹൈ ക്വാളിറ്റി, ആ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് റെക്കോർഡാണെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൽ റെക്കോർഡ് ആക്കാത്തത് ഞാൻ ഓൾറെഡി ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് തടസ്സമാകും എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും. സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ മ്യൂസിക്, അതായത് നിങ്ങളുടെ ഗാലറിയിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ പ്ലേ ചെയ്യുന്ന ഈ മ്യൂസിക്, അതായത്
ഇങ്ങനെയുള്ള നിങ്ങൾക്ക് മ്യൂസിക്കും പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തും ഇവിടെ ഈ ഒരു റെക്കോർഡ് പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്കായിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് യൂട്യൂബിലൊക്കെ വീഡിയോസുകൾ അല്ലെങ്കിൽ മറ്റുള്ള കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർ നമ്മളതായിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കോപ്പിറൈറ്റ് വരാൻ സാധ്യതയില്ല. അത് നമ്മളെ മ്യൂസിക് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു പിയാനോ കീബോർഡിൽ നമുക്ക് തന്നെ നമ്മളതായിട്ടുള്ള ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയും ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിൽ തന്നെയുണ്ട്. നമുക്ക് എക്കോ കൂട്ടാം, അതുപോലെ തന്നെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ബിറ്റ് റേറ്റ് കൂട്ടാം കുറക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. എല്ലാം ഞാൻ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോക്ക്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. വേണമെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്കിതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.